.4875 പിടിച്ച് എടുത്ത്. അപ്പോൾ ഇത് 4-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ മീതുള്ള അറ്റാക്ക്. 8-ാം തീയതി 8-9-ാം തീയതിയോട് കൂടിയിട്ടായിരുന്നു നമ്മൾ 8-ാം തീയതിയാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ്. കാരണം ഇത്രയും വലിയ ഇതായിരുന്നല്ലോ. അപ്പോൾ അജുത്ത് ഈ സമയത്തൊക്കെ ഈ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണടയ്ക്കാൻ സമയമില്ല. എങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കില്ല തുടർച്ചയായിട്ട് കംപ്ലീറ്റ് ഇൻഫൻട്രീസ്. ഞാനോ ഞങ്ങളുടെ ഗണ്ണേഴ്സോ ഒന്നും യുദ്ധത്തിന് കൂടെ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയായിരുന്നു. അങ്ങനെ 8-ാം തീയതി ആകുമ്പോഴത്തേന് നമ്മൾ .4875 പിടിച്ചു. .4875 പിടിച്ചെടുത്തപ്പോൾ ഏകദേശം 72 പേരെ പറ്റായിരുന്നു പട്ടാളക്കാർ. പക്ഷേ പാകിസ്ഥാനികളുടെ ഡെഡ് ബോഡി നമുക്ക് കിട്ടി. ആ ഡെഡ് ബോഡി പിന്നീട് നമ്മളാണ് ബ്രീത് അവിടെ. ദാറ്റ് ഇസ് അനദർ സ്റ്റോറി. അപ്പോൾ 4-ാം തീയതി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മളുടെ നവാസ് ഷെരീഫ് ഈ ചങ്ങാതി ആദ്യം ചൈനയിൽ പോയപ്പോൾ അവിടെ നിന്ന് ശരിയായിട്ടുള്ള ഇതൊന്നും കിട്ടില്ല. 4-ാം തീയതി അതിന് മുമ്പാണ്. അങ്ങനെ പ്രസിഡന്റ് ക്ലിൻ്റൺ വിളിച്ചു. പ്രസിഡന്റ് ക്ലിൻ്റൺ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ തന്നെ അവിടെ നിന്ന് വീട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, വിട്ടുവേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ആദ്യം പറയേണ്ടായിരുന്നു ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യരുന്നു. അപ്പോൾ നമ്മളതിനെതിരായിട്ട് വളരെ ഇതായിട്ട് ഞങ്ങൾ പട്ടാളക്കാർക്ക് അതൊരു വലിയൊരു തിരിച്ചടിയാണ്. പക്ഷേ പ്രസിഡന്റ് ക്ലിൻ്റൻ്റെ ഈ ഇൻസ്ട്രക്ഷൻ ഇവർക്ക് അതൊരു വലിയ ഇൻസ്ട്രക്ഷനായിരുന്നു. അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആക്രമിച്ച് ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം വേൾഡ് ഒപ്പീനിയൻ ഞങ്ങൾക്കെതിരായി. അവർ വിഡ്രോ ചെയ്തു. 12-ാം തീയതി നമ്മൾ സീസ് ഫയർ 2 കൂട്ടം കൂടെ പറഞ്ഞിട്ട് സീസ് ഫയർ പ്രഖ്യാപിച്ചു. അപ്പോൾ 16-ാം തീയതി സീസ് ഫയർ പ്രാബല്യത്തിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 15-ാം തീയതി ആകുമ്പോഴത്തേന് അപ്പോൾ നമ്മളെല്ലാവരും വെച്ചു കഴിഞ്ഞു. 15-ാം തീയതി ആകുമ്പോഴത്തേന് ഇവർ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ 16-ാം തീയതി മുതൽ വീണ്ടും ഫയറിങ് ആരംഭിച്ചു. അപ്പോൾ ഇവർ മുഴുവനും ക്ലിയർ ചെയ്തിട്ടില്ല, ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ മുഴുവൻ ഇവിടെയൊക്കെ ഒട്ടാകെ മൈൻ ഫീൽഡ് പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമ്മളിവരെ ഉപദ്രവിക്കില്ലെന്ന് നമ്മൾ ഇവരോട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിതൊക്കെ ചെയ്തിട്ടാണ് ഇവർ പോയത്. അങ്ങനെ പിന്നെ 19 ജാക്ക് റൈഫ് എന്ന് പറയുന്ന ബറ്റാലിയൻ അവരും നമ്മളും കൂടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് അപ്പോൾ ജൂലൈ 26-ാം തീയതിയോട് കൂടിയിട്ട് ഒഫീഷ്യൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആക്ച്വൽ ക്ലിയറൻസ് നടന്നത് ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു. അതാണ് ഓഗസ്റ്റ് 5-നാണ് ശരിക്കും കാർഗിൽ യുദ്ധം അവസാനിച്ചത്.